ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. സ്വർഗീയ രാജാവായ യേശുനാഥ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കഴിഞ്ഞൊരു രാത്രികാലം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ അണച്ച് പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതം കാണുവാൻ എൻ്റെ ദൈവം ഞങ്ങളെ എല്ലാവരെയും ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഈ ദിവസത്തിൻ്റെ ഈ 3 മണി സമയം വരെ ഞങ്ങളെ അവിടുത്തെ കരുതലാൽ പരിപാലിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ 3 മണി സമയം കരുണയുടെ സമയം എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന സഹോദരങ്ങളെയും കുടുംബങ്ങളെയും, ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെയും മക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും എൻ്റെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന മക്കളെയും കുടുംബങ്ങളെയും എൻ്റെ ഈശോപ്പാ അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കുമാറാകണമേ അപ്പാ. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ കർത്താവ് ഞങ്ങളെ പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് തിരുവചനം വായിക്കുവാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്ന് തിരുവചനം വായിച്ചപ്പോൾ കിട്ടിയത് വിശുദ്ധ മത്തായി സുവിശേഷകൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായമാണ്. അത് വായിക്കുമ്പോൾ ഓരോ വാക്കും നമ്മെ സ്പർശിക്കുന്നവയാണ്. കൂടുതലായി എന്നെ സ്പർശിച്ചത് 7-ാം വാക്യവും 8-ാം വാക്യവുമാണ്. അവ ഇപ്രകാരമാണ്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്നത് ഈശോ നമുക്ക് നൽകുന്നതാണ്. നമ്മൾ മുട്ടിയാൽ നമുക്ക് വേണ്ടി ഈശോ സ്വർഗം തുറക്കപ്പെടും. അന്വേഷിച്ച് നമ്മൾ ഈശോയെ കണ്ടെത്തണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ കരുണയുടെ സമയം നമ്മളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കാം. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ അവിടുത്തെ പക്കൽ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. മക്കൾ അവിടുത്തെ ദാനവും ഉദരഫലം ഒരു സമ്മാനവുമാണല്ലോ. ഓരോ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അപ്പാ. ഓരോ കുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർഗീയ ജ്ഞാനം കൊടുത്ത് ദൈവമക്കളായി വളരുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ എന്നാതാ. കർത്താവിൻ്റെ കരുണ ഓരോ കുടുംബങ്ങളിലും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവായ യേശുവേ, അടിയൻ്റെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും അവിടെ നിന്ന് എടുക്കണം. സർവ്വതും യേശുവിൻ്റെ ധന്യമുള്ള